ഹലോ ഗൈസ്, വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് മൺഡേ, അതായത് നാളത്തേക്ക് വേണ്ടിയിട്ട് ഒരു ട്രേഡ് പ്ലാൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി നോക്കാൻ പോകുന്നത്. സോ ഫ്രൈഡേ നമുക്കറിയാം നല്ലൊരു ഷാർപ്പ് ബൈയിങ് തന്നിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത്. സോ ഈ ഒരു അവസ്ഥയിൽ, അതായത് മാർക്കറ്റ് ഒരു നല്ലൊരു ബെയറിഷ് കണ്ടീഷനിൽ നിന്ന് പെട്ടെന്നൊരു നല്ലൊരു റാലി തന്നു കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതൊരു കണ്ടിന്യൂസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ മാർക്കറ്റ് ജസ്റ്റ് ഒരു ഷോർട്ട് കവറിങ്, അല്ലെങ്കിൽ അതായത് മാർക്കറ്റിൽ എല്ലാവർക്കും അറിയാം സാറ്റർഡേ ഇലക്ഷന്റെ റിസൾട്ട് വരുന്നുണ്ട്. സോ അതിനു മുമ്പ് പലരും മുമ്പത്തെ പൊസിഷനൊക്കെ എടുത്തു വെച്ചവര്, FNO ട്രേഡ് ഒക്കെ ചെയ്യുന്നവര്, അവര് ഹ്യൂജ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു റാലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു റാലിയാണോ, അതായത് അതല്ല മാർക്കറ്റിൽ ഒരുപാട് ആളുകൾ ഒരു സെല്ലിങ് വരുമ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അതായത് അവർക്ക് പുതിയ ബൈയിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റോക്സ് ഒക്കെ വാങ്ങിയിട്ട്, അതായത് ന്യൂ ബൈയിങ് ആണോ ഇവിടുന്ന് സംഭവിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എനിവേ നമ്മൾ ഈ വീക്കിലി, ഞാൻ ഇന്നലെ വീക്കിലി അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമുക്ക് ഈ വീക്കിലുള്ള ഒരു ടാർഗറ്റ് ആയിട്ട് വെച്ചിരുന്നത് 24,500 ആണ്. സോ അതുവരെയെങ്കിലും മാർക്കറ്റ് ഈ വീക്കിൽ ഒരു റാലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാരണം, മാർക്കറ്റിൽ ഒരു ഫ്രഷ് ബൈയിങ്ങിനുള്ള ഒരു പോസിബിലിറ്റി ഇപ്പോൾ ഉള്ളത് കാരണം കഴിഞ്ഞ ദിവസം വന്ന ഇലക്ഷന്റെ റിസൾട്ടാണ്. സോ അതിൽ നിലവിലുള്ള ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ലൊരു മാൻഡേറ്ററി ആണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു പോസിറ്റീവായിട്ട് മാർക്കറ്റിൽ എഫക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ എനിവേ നമുക്ക് നാളത്തെ മാർക്കറ്റിൽ എങ്ങനെയാണ് ട്രേഡ് പ്ലാൻ ചെയ്യാൻ നമുക്ക് വിശദമായിട്ട് നോക്കാം. സോ വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ്. നമുക്ക് ഇവിടെ കൊടുത്ത ഈ ഒരു ലൈനില് നമുക്കറിയാം മുമ്പ് ഒരു സപ്പോർട്ട് എടുത്ത ഒരു ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുള്ളത്. സോ ഈ ഏരിയയിൽ മാർക്കറ്റ് പ്രീവിയസ് ആയിട്ട് നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ട് റിവേഴ്സ് ആയ അതേ ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് ഇന്നലെ നല്ലൊരു സ്ട്രോങ് റിവേഴ്സൽ നമുക്ക് തന്നിട്ടുള്ളത്. സോ എനിവേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ളത് ഈ ഒരു ക്യാൻഡിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ഇത് റിവേഴ്സ് ആവാനുള്ള പോസിബിലിറ്റി ആണോ ഉള്ളത്. മെയിൻലി നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്ന ഒരേ കാര്യം, മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് തന്നെയാണ്. കാരണം മാർക്കറ്റിൽ ഒരു പോസിറ്റീവ്സ് വരാനുള്ള ഒരു പോസിബിലിറ്റി ഈ ഒരു ഇലക്ഷന് ശേഷം നമുക്ക് കാണാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഈ ഒരു മന്ത് എൻഡ് വരെയെങ്കിലും മാർക്കറ്റ് ഒരു പോസിറ്റീവിലേക്ക് തന്നെ പോകാനുള്ള ഒരു ഇതാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റിയും അതേപോലെ തന്നെയാണ് സപ്പോർട്ട് ലെവലിൽ നിന്ന് മാർക്കറ്റ് ഒരു റിവേഴ്സൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഷാർപ്പ് സെല്ലിങ് തന്നിട്ട് ഒരു വീക്കായിട്ടുള്ള ഒരു വീക്കിൽ തന്നെ കുറെ ദിവസം മാർക്കറ്റ് അപ്സൈഡിൽ നിന്ന് നല്ലൊരു എന്താ പറയാ, മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകുന്നു, വീണ്ടും അവിടുന്ന് റിവേഴ്സ് ആവുന്നു. ഓൾ ക്യാൻഡിലൊക്കെ നോക്കുകയാണെങ്കിൽ അപ്സൈഡ് വീക്കാണ്. സോ അത് നമുക്ക് ഏതായാലും ആ വീക്കൊക്കെ മാർക്കറ്റ് റിവേഴ്സ് ആക്കിയിട്ടുണ്ട്, ഒരു സ്ട്രോങ് ക്യാൻഡിൽ. സോ നമുക്ക് ഇനി എക്സ്പെക്ട് ചെയ്യാനുള്ളത് 52,600 വരെ മാർക്കറ്റിൽ ഒരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ബാങ്ക് നിഫ്റ്റിയിൽ. നിഫ്റ്റിയിലാണെങ്കിൽ 24,500. സോ എനിവേ നമുക്ക് ആ ഒരു ഇതിൽ തന്നെ മാർക്കറ്റിൽ ട്രേഡ് പ്ലാൻ ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് നിഫ്റ്റിയുടെ 50 മിനിറ്റ് ചാർട്ടിൽ നോക്കാം. സോ നമുക്ക് അടുത്ത ട്രേഡിങ്ങിൽ നമുക്ക് എന്താണ് പ്ലാൻ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഫ്രൈഡേ ക്ലോസ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് സെല്ലിങ്ങിലാണ് ഫ്രൈഡേ ക്ലോസ് ആയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ള ട്രേഡ് എന്ന് വെച്ചാൽ, ഈ ഒരു സ്ട്രോങ് സെല്ലിങ്ങിന് ശേഷം മാർക്കറ്റ് ഇനിയും ഒരു അപ്സൈഡിലേക്ക് ഇവിടുന്ന് റാലി തരികയാണ്, നമുക്കൊരു ചെറിയൊരു റീട്രേസ്മെന്റ് പ്ലാൻ ചെയ്യാൻ പറ്റും. കാരണം മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു അപ്സൈഡ് മൂവ്മെന്റ് ഇത്രയും വീക്ക്നെസ് ഉള്ള സമയത്ത് ഒരു പോകാൻ പോസിബിൾ. ഇൻ കേസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു ഗ്യാപ്പ് അപ്പിലാണെന്ന് ചോദിക്കുന്നത്, നാളെ പോസിബിലിറ്റി ഉണ്ട് ഒരു ഗ്യാപ്പ് അപ്പിലേക്ക് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഒരു 24,000 മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും ഒരു ബൈയിങ് ഒക്കെ തന്നിട്ട് ഒരു വീക്ക്നെസ് കാണുകയാണെങ്കിൽ നമുക്കൊരു സെല്ലിംഗ് സൈഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. കാരണം മാർക്കറ്റ് ഓൾറെഡി കഴിഞ്ഞ ദിവസം നല്ലൊരു റാലി തന്നതാണ്. അതും കഴിഞ്ഞ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും ചെറിയൊരു ബൈക്ക് ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു സെല്ലിംഗ് സൈഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇനി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഫ്രൈഡേ ക്ലോസ് ചെയ്ത ഈ ലെവലൊക്കെ ആണെങ്കിൽ മാർക്കറ്റ് ഒരു റിവേഴ്സിൽ തരികയാണെങ്കിൽ എന്നിട്ട് വീണ്ടും മാർക്കറ്റ് ഈ ഒരു 23,800 എന്ന ലെവലിൽ നിന്ന് അപ്സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ബൈയിങ് സൈഡ്. സോ ഇതാണ് ഫ്രൈഡേയിൽ നമുക്ക് ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. കാരണം മാർക്കറ്റിൽ ഓൾറെഡി നല്ലൊരു ബൈയിങ് മൂവ്മെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു അപ്സൈഡ് മൂവ്മെന്റിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ട്രേഡ് നമുക്ക് നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റും. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ആ ഒരു പാറ്റേൺ തന്നെയാണ്
ബാങ്ക് നിഫ്റ്റി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിന്ന് ഒരു ചെറിയൊരു റീട്രേസ്മെന്റ് ഉണ്ടായി, എന്നിട്ട് ഇവിടെ വരെ മാർക്കറ്റ് ഈ ഒരു ഹൈ ക്ലോസ് ചെയ്തിട്ടാണ് റാലി തന്നിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ള മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ലെവലിലേക്ക്, അതായത് ഈ ഒരു ലെവലിലേക്ക് വന്നിട്ട് വീണ്ടും റിവേഴ്സിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ബൈയിങ് സൈഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇനി അതല്ല മാർക്കറ്റ് ഒരു നല്ലൊരു ഗ്യാപ്പ് അപ്പിലൊക്കെ ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും ബൈയിങ്ങിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഒരു റിവേഴ്സിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു റിവേഴ്സൽ പ്ലാൻ ചെയ്യാൻ പറ്റും. സോ നാളത്തേക്ക് ഇതാണ് ഒരു പ്ലാൻ. അത് കൂടാതെ നാളെ പലരും ട്രേഡ് എന്ന് വെച്ചാൽ ചില ആളുകൾ അഗ്രസീവായിട്ട് നാളെ ട്രേഡ് ചെയ്യാൻ ഒരു പോസിബിലിറ്റി പലരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. നാളെ നല്ലൊരു റാലി അല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നല്ലൊരു ബൈങ് മൂവ്മെന്റ് അങ്ങനെ ഇല്ലാതെ ഇരിക്കണം എന്നില്ല, ചിലപ്പോൾ അങ്ങനെ തരാം. പക്ഷെ അത് നല്ലൊരു വാളറ്റൈൽ ആയിട്ടുള്ള ഒരു റാലി ആയിരിക്കും. ചിലപ്പോൾ നല്ലൊരു ഷാർപ്പായിട്ടുള്ള ബൈങ്ങിൽ പോകുമ്പോൾ തന്നെ നല്ലൊരു സ്ട്രോങ് റെഡ് ക്യാൻഡിലൊക്കെ ക്രിയേറ്റ് ആവാനുള്ള പോസിബിലിറ്റി. സോ നിങ്ങളിപ്പം എൻട്രി ചെയ്ത ഉടനെ തന്നെ ആയിരിക്കും ഒരു വലിയ റെഡ് ക്യാൻഡിൽ നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ നിങ്ങളുടെ ലോസിൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾ എക്സിറ്റ് ആവേണ്ടി വരും. അതല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ക്യാൻഡിലിന്റെ ഇത് കഴിഞ്ഞ് വീണ്ടും റിവേഴ്സ് ആകുന്നവരൊക്കെ വെയിറ്റ് ചെയ്യാനുള്ള അത്രയും ക്യാപിറ്റൽ പവേഴ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ഇത്തരം മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ മാർക്കറ്റ് നാളത്തെ കഴിഞ്ഞാൽ മറ്റന്നാൾ വീണ്ടും കൂൾ ഓഫ് ആവും, നോർമൽ റാലി നോർമൽ ആയിട്ടുള്ള മൂവ്മെന്റും ഒക്കെ കിട്ടും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. നാളെ ഒരു ദിവസം നിങ്ങൾക്ക് ഒരു അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള മാർക്കറ്റിലൊക്കെ പിടിച്ചിരിക്കാൻ പറ്റുക. അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു വെയിറ്റ് ചെയ്യുക, മാക്സിമം വെയിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നാളെ ഓപ്പൺ ചെയ്ത് മാക്സിമം വെയിറ്റ് ചെയ്ത് മാർക്കറ്റ് എങ്ങോട്ടാണ് മൂവ്മെന്റ് തരുന്നത്, എന്താണ് മാർക്കറ്റിന്റെ കണ്ടീഷൻ എന്നൊക്കെ നോക്കി ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത ശേഷം നല്ലൊരു നിങ്ങൾക്ക് പറ്റിയൊരു പാറ്റേൺ ക്രിയേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡിംഗ് ഇരിക്കുക, എന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇനിവേ ഇതൊക്കെയാണ് നാളത്തെ മാർക്കറ്റിന് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.